എൻ്റെ പേര് ഫാത്തിമ ഷിഫ. ഫാത്തിമ ഷാഹിദ. BSc B.Ed എന്നീ യോഗ്യതയോടെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും ഒരുപോലെ സജീവമായ വ്യക്തിത്വമാണ്. ഒഴുകുമി സൂനം എന്ന ഒരു കവിതാ സമാഹാരം പുറത്തിറക്കി 2022 മാധവിക്കുട്ടി എന്ന പുരസ്കാരം കരസ്ഥമാക്കി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് V1 എന്ന ഒരു കൂട്ടായ്മയുടെ സ്ഥാപികയാണ്. സ്ത്രീകൾക്കായി സാമൂഹികപരമായും വ്യക്തിപരമായും ഒരു ഉയർച്ചയ്ക്കുള്ള ഇടം സൃഷ്ടിക്കുകയാണ് സമീഹ അലി മാം. മാമിന്റെ എഴുത്തുകളിൽ മാം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിക്കാറുള്ള കണ്ടന്റുകൾ ഏതൊക്കെയാണ്? എൻ്റെ എഴുത്തുകളിൽ കൂടുതലും മനുഷ്യരെ സ്നേഹബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ശത്രുത, മനുഷ്യബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എഴുതുന്നതിലധികവും. നമ്മൾക്ക് ചുറ്റും കാണുന്ന ഓരോരോ ജീവിതങ്ങളും അതിൻ്റെ വിലയിരുത്തലുകളും, അതുപോലെ ഇപ്പോൾ നടക്കുന്ന ഓരോ യുദ്ധങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് നമ്മളെ സ്പർശിക്കുന്നത്. മനുഷ്യബന്ധം എന്നുള്ളതാണ് മെയിനായിട്ട്. മാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രചോദനം നൽകിയിട്ടുള്ള കലാകാരന്മാരാരൊക്കെയാണെന്നൊന്ന് പറയാമോ? അങ്ങനെ നമുക്കൊരു വ്യക്തിയെ എടുത്തു പറയാൻ കഴിയില്ല. കാരണം ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് അവർ എഴുതുന്നത്, ഓരോ ശൈലികളാണ്, അവരുടെ ആശയങ്ങൾ വേറെ വേറെയാണ്. അപ്പോൾ അവര് ഓരോ വായനക്കാരെ എങ്ങനെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് മിക്കവാറും ഏത് വായിക്കുമ്പോഴും അതിൻ്റെ എഴുത്തുകാരനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വായിച്ചത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന നോവലാണ്. ശരിക്കും നമുക്കൊരു ഫിലിം കാണുന്ന അതേ രീതിയിൽ നമ്മൾ അതോടെ പിടിച്ചിരുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു മടുപ്പ് തോന്നാതെ വായിക്കാൻ പറ്റുന്ന. പിന്നെ കവിതയാണ് എൻ്റെ ഫീൽഡ്. പക്ഷെ എങ്കിലും ചെറുകഥകൾ, നല്ല നല്ല ആശയങ്ങളുള്ള ചെറുകഥകൾ നമ്മളെ അല്ലാതെ ആകർഷിക്കാറുണ്ട്. ഒഴുകുമി സൂനം എന്നൊരു കവിതാ സമാഹാരം മാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിലെ ഒരു പ്രചോദനം, അതുപോലെ തന്നെ മാമിന് മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് മാമിന്റെ എഴുത്തിനെ എങ്ങനെയാണ് പ്രതിഫലിച്ചത്? മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് എൻ്റെ ഒരു കവിതാ സമാഹാരത്തിനാണ്. കവിതാ സമാഹാരത്തിലേക്ക് വന്ന ഒരു വഴി ഞാൻ പറഞ്ഞല്ലോ, അക്ഷരജാലം പബ്ലിഷേഴ്സിന്റെ ഹുസൈൻ തട്ടത്താഴത്ത് അവരാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തതും. നമ്മളെ ബുക്ക് ഇറക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പിന്നിൽ നിന്നൊരു സപ്പോർട്ട് തന്നത് അവരാണ്. ഒരു ഫസ്റ്റത്തെ ഒരു ബുക്ക് എന്നുള്ള നിലയിൽ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകൾ എനിക്കിപ്പോൾ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അന്നൊന്നും അറിയില്ല. എങ്കിലും അതില് മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ എഴുത്തുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഇത്തരം പുരസ്കാരങ്ങളും അതുപോലെ നമ്മുടെ എഴുത്തുകാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എഴുത്തില് ഇപ്പൊ കുറച്ചായിട്ട് ഓരോ ടൈമില് നമുക്ക് വല്ലാതെ എന്താ പറയാ ഉൾവലിഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ. കുറച്ചായിട്ട് എഴുത്തിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, എഴുത്തുകളൊന്നും കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരുപാട് ഇമോഷണൽ ആവുന്ന സമയത്ത് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി വന്നിട്ടുണ്ട്. പല വിഷയങ്ങളും നമുക്ക് എന്താ പറയാ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുമ്പോൾ നമുക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മിക്കതും എഴുത്ത് കുറഞ്ഞ് വന്നിട്ടുണ്ട് സത്യത്തിൽ. മാം എഴുത്തിന്റെ മേഖലയിൽ മാത്രമല്ലല്ലോ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു വനിതാ കൂട്ടായ്മയുടെ ഫൗണ്ടർ കൂടിയാണല്ലോ. അപ്പോൾ V1 എന്ന് പറയുന്ന ഈ ഒരു പേരിൽ എങ്ങനെ ഈ കൂട്ടായ്മ എത്തിപ്പെട്ടത്? V1 എന്ന് പറയുന്ന പേരിന്റെ ഒരു മീനിങ് തന്നെയാണ് അത് പേരിടാൻ കാരണം. നമ്മളൊന്നാണ് എന്നുള്ള ഒരു അർത്ഥത്തില്. ഈ ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 14 വർഷം മുന്നേ ഞാനൊരു സ്കൂളിലെ PTA വന്നപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഒരുപാട് കാലം ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവര് ഒരുപാട് പാട്ട് പാടുന്നവരുണ്ട്, വരയ്ക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന ആളുകളാണ് സ്ത്രീകൾ പൊതുവെ. അപ്പോ അന്ന് ആ ഒരു സ്കൂളിന്റെ ഒരു PTA പ്രസിഡന്റിന്റെ സ്ഥാനത്ത് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ഈ ഒരു ഒതുങ്ങിക്കൂടി കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയായിരുന്നു അന്ന് മനസ്സിൽ വന്നത്.
അതിന്റെ ഭാഗമായിട്ട് അന്ന് അവിടുത്തെ PTA സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്ക് സാമൂഹ്യ സേവനം എന്നുള്ളൊരു എന്റെ തുടക്കം അവിടെ നിന്നാണ്. V1 എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മ തുടങ്ങാൻ മാമിനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു PTA ഭാരവാഹിയായി വന്നപ്പോൾ ആ സ്കൂളിലെ പേരൻസിനെ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. പക്ഷെ അന്ന് അവിടുന്ന് കിട്ടിയ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരേ മനസ്സും ഒരേ ചിന്താഗതിയുള്ള ആളുകൾ. അങ്ങനെയുള്ളവരൊക്കെ ഒരുമിച്ച് കൂട്ടി പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ചാരിറ്റി, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾ, ഗിഫ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് അവിടെ നിന്ന് സ്ഥലം മാറി വീട് മാറിയിട്ട് ഇവിടെ വന്ന് താമസിക്കാനുള്ളൊരു സമയം വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ഒരു പരിചയത്തിലും എൻ്റെ കൂട്ടുകാരുടെ പരിചയത്തിലുള്ള സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൂടാ എന്നുള്ളൊരു ഒരു കൊടക്കീഴിൽ അവരെ നിർത്തുന്ന ഒരു ചിന്ത വന്നത് അങ്ങനെയാണ് V1 എന്ന് പറയുന്ന പേരിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 2019 ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഗ്രൂപ്പില് വന്ന ഏകദേശം 80% ആളുകളും നമ്മുടെ അത്രയും അടുപ്പുള്ള അതേ ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. അതില് പല പ്രവർത്തനങ്ങളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിൽ ചാരിറ്റിന്റെ ബേസിലാണ് തുടങ്ങിയത്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ പഠനം, അതേപോലെ ഓരോ കാര്യങ്ങളിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ രീതിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. V1 പറഞ്ഞ ഈ കൂട്ടായ്മയുടെ ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇപ്പോൾ സ്ത്രീകൾ അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ശാക്തീകരിക്കുന്നത്? V1ന്റെ കീഴില് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് കടന്ന വ്യക്തികളുണ്ട്. അതിൽ കുറെ പേര് ഇപ്പോൾ പഠനം ഡിഗ്രി വരെ എത്തി നിൽക്കുന്ന, പിന്നെ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. അതേപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്വിമ്മിങ് ക്ലാസ് നടത്തുന്നുണ്ട് വെക്കേഷനിൽ. അതിലിപ്പോൾ 13 ബാച്ചോളം നമ്മുടെ ക്ലാസ് നൽകി പുറത്തിറക്കിയിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളുടെ മാത്രം ഒരു സംരംഭമായിട്ട് V1 ഫിറ്റ്നസ് ജിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. V1ലെ മെമ്പേഴ്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നേട്ടങ്ങളിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഓരോ സംഭവങ്ങളാണ്. മാത്രമല്ല, ഞങ്ങൾ V1 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അതിൽ ഈ V1ലെ മെമ്പേഴ്സ് തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ, പൂരം വറുത്തത്, അങ്ങനെയുള്ള പൊടികൾ, പിന്നെ അവർ തയ്ക്കുന്ന നിസ്കാര കുപ്പായങ്ങൾ, അങ്ങനെ ഉള്ള അവരുടെ കഴിവുകൾ നമുക്ക് വിൽക്കാനുള്ളൊരു മാർഗം നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. ആ മെമ്പേഴ്സിൽ, അതിലുള്ള മെമ്പേഴ്സ് തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽപ്പനയും വാങ്ങലും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളതാണ്. അന്ന് പിന്നെ V1ന്റെ ഫസ്റ്റ് സംഗമത്തിൽ ഞാൻ എല്ലാവരും കയ്യിൽ നിന്ന് സ്വപ്നങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളതാണ്. അതിൽ ഏറെക്കുറെ ആളുകൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് V1ന്റെ കീഴിൽ. ഇനി V1 ഭാവി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വരാനിരിക്കുന്നത്? V1ന്റെ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ V1 2019 പടിഞ്ഞാറങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു V1ന്റെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു സപ്പോർട്ടും അവിടുത്തെ ഒരു വിജയവും കണ്ടത് കൊണ്ട് തന്നെ അവിടെ വളാഞ്ചേരിയിൽ ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ 2025 നമ്മൾ പുതിയതായിട്ട് V1 എന്ന് പറയുന്ന ഈ മേഖലയിലുള്ള ആളുകളെ, വളാഞ്ചേരി ചുറ്റുപാടുള്ള ആളുകളെ കൂട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ നല്ല രീതിയിൽ അതും വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനി തൊട്ടടുത്ത് വരുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് V1ന്റെ പേരിൽ അവിടുത്തെ ലേഡീസിന് വേണ്ടിയിട്ട് അവരുടെ വരകളും എഴുത്തുകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു പുസ്തകം ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. പിന്നെ കൂടാതെ അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്തത് മാമിന്റെ ആർട്ട് വർക്ക്സ് ആണ്. അപ്പോൾ മാമിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇടയിലും ഇതിനെങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ആർട്ട് വർക്ക് തന്നെ എപ്പോഴൊന്നും ചെയ്യാറില്ല. അത് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും, എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ചെയ്യണം, വരക്കണം. പിന്നെ അത് നമ്മളിങ്ങനെ
ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. മനസ്സിലിട്ടിട്ട് അത് ചെയ്തല്ലാണ്ട് നമുക്കൊരു സമാധാനം കിട്ടൂല എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോഴാണ് ആർട്ടിന്റെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അതും വലിയ ചിത്രരചനയും കാര്യങ്ങളൊന്നുമല്ല. അധികം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ശംഖിന്റെ ഒരു സംഭവം കണ്ടു. അതേപോലെ ഒരു ഇൻസ്റ്റാളേഷൻ മോഡലിലുള്ളതാണ് കൂടുതലും ചെയ്യുന്നത്. അതിന്റെ കൂടെ പുതിയ പുതിയ വർക്കുകൾ കാണുമ്പോൾ ആക്രിലിക് പെയിന്റിങ്, അതേപോലെ ടെക്സ്ചർ പെയിന്റിങ്, അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇപ്പോൾ പുതിയതായിട്ട് ഇനി റെസിൻ ആർട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന ഒരു ലെവലിലുള്ളത്. അതും കൂടെ ഒന്ന് ചെയ്തു നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ഓരോ ആളുകളുടെ വർക്ക് കാണുമ്പോഴൊക്കെ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ. ആസ് എ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ മാമിന് ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒന്ന് പറയൂ. നമ്മൾ ചെയ്യുന്ന ഏത് സേവനങ്ങളും അതിന്റെ വിജയത്തിലെത്തുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പടിഞ്ഞാറങ്ങാടി സ്നേഹാലയത്തിൽ ഞങ്ങൾ ചെയ്തൊരു വർക്കാണ്. കാരണം അവിടെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോവാറുണ്ട്. അപ്പോൾ അവിടുത്തെ രോഗികൾ ഒരു ഇരുമ്പിന്റെ കട്ടിലില് പുതപ്പ് മാത്രം വിരിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ഞങ്ങളൊരു എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബെഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് പൊസിഷനിലൊക്കെ മാഡം എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സത്യത്തിൽ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു അബദ്ധത്തിലുള്ള ഒരു വരവായിരുന്നു. കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 14 വർഷങ്ങൾക്ക് മുമ്പ് അൻസാർ സ്കൂൾ പടിഞ്ഞാറങ്ങാടിയിൽ ഒരു വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം വന്നു. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് വൈസ് പ്രസിഡന്റ് അല്ലേ, കാര്യമായിട്ട് പണിയൊന്നുമില്ല, പ്രസിഡന്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ആ സ്ഥാനം ഏറ്റെടുത്തതാണ്. പക്ഷെ അന്ന് പ്രസിഡന്റ് ഒരു കാരണം കൊണ്ട് സ്ഥലം മാറി പോവുകയും പിന്നീട് ആ ചുമതല നമ്മുടെ കയ്യിൽ വരികയും ചെയ്തപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഒരു ഫീൽഡിൽ. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും വർഷത്തോളം ഓരോരോ സ്കൂളുകളിലും ഓരോരോ മേഖലകളിൽ PTA പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റായിട്ടും PTA പ്രസിഡന്റായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ B.Ed ചെയ്തത്. പക്ഷേ വീട്ടിലെ ഓരോ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിൽ നിന്ന് പിന്നിലേക്ക് നിന്നു. പക്ഷെ എൻ്റെ ഒരു ടീച്ചിങ്ങിനോടുള്ള അങ്ങനത്തെ ആശയങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സ്കൂളിൻ്റെ മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു ഐഡിയാസൊക്കെ അവരടുത്ത് ഷെയർ ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് ഈ ഒരു PTA ഇരിക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറയാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് എസ്പെഷ്യലി നമ്മൾ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പഴയ കാലത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിലെന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ട് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഇന്ന് കുറച്ചുകൂടി ഓപ്പൺ ആണ്. പണ്ടത്തെ സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പേര് വെളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടി പിന്നെ അവർക്ക് നേരിടേണ്ട പ്രശ്നങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എങ്കിലും അത് അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും സമൂഹത്തിൽ ഒരു സ്ത്രീ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നിന്നും നെഗറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് വരുന്നത്. അവൾക്കുള്ള സമയത്ത് വീട്ടിലെത്തല്, വീട്ടിലത്തെ ചുറ്റുപാടുകൾ, തൊട്ടടുത്തുള്ള ആളുകളുടെ ചുറ്റുപാട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളെ ഇതിന് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രമാണ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ ഇപ്പോഴും ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. പലതും പേടിച്ചിട്ടാണ്. സമൂഹം ഏത് രീതിയിൽ കാണും, പിന്നെ വീട്ടിലുള്ളവരെന്ത് ചിന്തിക്കും, അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടും പിന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ട്. എങ്കിലും പുതിയ ജനറേഷനിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതൊരു പ്രതീക്ഷയ്ക്ക് വക നിൽക്കുന്നത് തന്നെയാണ്. സാമൂഹികം, സാംസ്കാരികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളെ ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന സമീഹ അലി മാമിന്റെ ഈ പ്രവർത്തനങ്ങൾ ഇന്നത്തെ സമൂഹത്തിന് ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.